സിപിഐഎമ്മിലെ അതൃപ്തി മുതലെടുക്കാൻ ബിജെപി പാർട്ടി കേന്ദ്രങ്ങൾ സജീവമാക്കാൻ നീക്കം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ ചുമതല പി.കെ. കൃഷ്ണദാസിന്. ഇപ്പോൾ വിവരങ്ങളുമായി ഇ.ടി. അശ്വതി ചേരുന്നു. അശ്വതി, ബിജെപി പാർട്ടി കേന്ദ്രങ്ങൾ സജീവമാക്കാൻ നീക്കം നടക്കുന്നു. ഇപ്പോൾ പി.കെ. കൃഷ്ണദാസിനാണ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ ചുമതല. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 60 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്താനാണ് ബി.ജെ.പി തീരുമാനം. 35,000-ലധികം വോട്ടുകൾ ലഭിച്ച മണ്ഡലങ്ങൾക്കായി കർമ്മ പദ്ധതി തയ്യാറാക്കാനാണ് സംസ്ഥാന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങും. അതിനാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. എം.ടി. രമേശ് വയനാട്, പി. രഘുനാഥ് പാലക്കാട്, കെ. അനീഷ് കുമാർ ചേലക്കര എന്നിവർക്കാണ് ഇപ്പോൾ നിലവിലെ ചുമതലകൾ നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം CPM ഇടപെട്ട് അട്ടിമറിക്കുന്നത് തടയാൻ ബി.ജെ.പി വാർഡുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും. അതായത് CPM-ന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ പറ്റിയിരിക്കുന്ന, സംഘടനാപരമായ വീഴ്ചകൾ പറ്റിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ശക്തിപ്പെടാനാണ് ബി.ജെ.പി തീരുമാനം. പ്രത്യേകിച്ച് CPM-നുള്ളിലുള്ള അതൃപ്തി, വിഭാഗീയ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മുതലെടുക്കാൻ കൂടി വലിയ രീതിയിലുള്ള നീക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-നുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മുതലെടുക്കാനാണ് ഇപ്പോൾ ബി.ജെ.പി ശ്രമം. അതുപോലെ തന്നെ ജൂലൈ 9-ന് തിരുവനന്തപുരത്ത് വിശാല നേതൃയോഗം സംഘടിപ്പിക്കാനും ഇപ്പോൾ ബി.ജെ.പി ആലോചിക്കുന്നു. ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ ഹൈന്ദവ സമുദായങ്ങളും അനുകൂലമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തു എന്നാണ് ഒരു വിലയിരുത്തൽ. CPM അണികളായിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നും നേതൃയോഗത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വലിയ രീതിയിൽ വോട്ടാക്കി മാറ്റാനുള്ള, വരും തെരഞ്ഞെടുപ്പുകളിലും ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് അത് ഉപയോഗപ്പെടുത്താനുമാണ് ബി.ജെ.പിയുടെ നിലവിലത്തെ തീരുമാനം. അതാണ് കഴിഞ്ഞ ദിവസം നടന്ന കോർ കമ്മിറ്റി യോഗത്തിലും നേതൃയോഗത്തിലും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനം. എന്തായാലും പി.കെ. കൃഷ്ണദാസിനാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ചുമതലകൾ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പുകളും ഒപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും ബി.ജെ.പി നേരിടുക. എന്തായാലും പ്രത്യേകമായി അദ്ദേഹത്തിന് ചില ചുമതലകൾ കൂടി നൽകിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലെ പ്രധാന തീരുമാനം. എന്തായാലും അത്തരത്തിൽ കേരളത്തിൽ പുതിയ അക്കൗണ്ടുകൾ തുറക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാക്കാനും, ശതമാനത്തിൽ വലിയ വർധനമുണ്ടാക്കാനും ബി.ജെ.പി ശ്രമമുണ്ട്. ഏതായാലും CPM-ന് പാളിപ്പോയിട്ടുള്ള ഇടങ്ങളിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കാനും, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തി കേന്ദ്രീകരിക്കാനും ബി.ജെ.പി തീരുമാനമായിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. വൃന്ദ, ശരി. പാർട്ടി കേന്ദ്രങ്ങൾ സജീവമാക്കാൻ ബി.ജെ.പിയുടെ നീക്കം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇ.ടി. അശ്വതി.